അല്ല അത് പോട്ടെ, അതിപ്പോൾ നമ്മളിവിടെ പലയിടത്തും പടം വെച്ചിട്ടുണ്ട്, പടം വെക്കാതെ പൈസ തരില്ല എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ട്, റേഷൻ കടയിലടക്കം. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പാഠ്യപദ്ധതിക്കകത്ത് കേന്ദ്ര സർക്കാർ BJP രാഷ്ട്രീയ താല്പര്യത്തോടെ ഇടപെടാൻ പോകുന്നതേയില്ല എന്ന് ഉറപ്പുണ്ടോ ചോദിക്കുക. തീർച്ചയായിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിലബസുകൾക്ക് കേന്ദ്രം പറയുന്ന സിലബസുകളുണ്ട്, അത് അതേപടി നടപ്പിലാക്കണമെന്നില്ല. സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ റൂളും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസിയും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അതിന് കൗണ്ടർ പറയാം, 2 എഡ്യൂക്കേഷൻ പോളിസി വന്നാൽ സെൻട്രൽ ആക്ട് വിൽ പ്രിവെയിൽ എന്നൊരു നിയമമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാം. വിദ്യാഭ്യാസ മേഖലയിലും ഗ്രാമവികസനം എല്ലാ മേഖലകളിലും സ്റ്റേറ്റ് ആക്ടുകളുണ്ട്. ആ സ്റ്റേറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, അതിന് തർക്കമൊന്നുമില്ല. പരിപൂർണമായിട്ട് കേന്ദ്രം പറയുന്ന അതേ രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണം എന്ന് ഈ PM ശ്രീ പദ്ധതിയിൽ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPIയുടെ അല്ല ആരുടെ എതിർപ്പിന് അതിൻ്റെതായിട്ടുള്ള പ്രയോജനം ഉണ്ടാകും. പക്ഷേ അങ്ങനെ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രം പറയുന്ന രീതിയിൽ സിലബസും അതിനകത്ത് പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത് ചരിത്രപരമായ പല കാര്യങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് ചരിത്രത്തെ തിരുത്തിക്കൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിലൂടെ നമ്മുടെ സ്കൂൾ തലത്തിൽ വിദ്യാർത്ഥികളിൽ തെറ്റായ ചരിത്രബോധം ഉണ്ടാക്കി തെറ്റായ ചരിത്ര പാരമ്പര്യം പറഞ്ഞു കൊടുത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇതിനകത്തൊരു വ്യാഖ്യാനം വരുന്നത്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ അങ്ങനെ യാതൊന്നും പറയുന്നില്ല. അവർ പറയുന്ന പ്രധാനമായിട്ട് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് വേണ്ടത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ, ഈ സ്കൂളുകൾ നവീകരിക്കുക അല്ലെങ്കിൽ സ്കൂളുകളെ കൂടുതൽ ആധുനികമാക്കുക എല്ലാ അർത്ഥത്തിലും പാഠ്യരീതിയിലടക്കം എന്ന ഉദ്ദേശത്തിനപ്പുറം ഈ സ്കൂളുകളിലേക്കുള്ള ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റില്ല എന്നാണ്. അനിൽ ബോസ്, നിങ്ങളുടെ ടേക്ക് എന്താണ് ഈ കാര്യത്തിൽ? അനാവശ്യമായിട്ടൊരു ഒരു 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 പേടി വെച്ച് പുറത്തുന്നു CPI, അത് മറികടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് CPMൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. ഇപ്പോൾ PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിൽ പല സംസ്ഥാനങ്ങളും ഓൾറെഡി PM ശ്രീയുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളും മോദിയുടെ പടം വെച്ചാലേ പൈസ തരൂ എന്നതാണെന്നില്ല, അങ്ങനെ വെക്കേണ്ടി വന്നു പല സംസ്ഥാനങ്ങളും. നമ്മൾ പോലും കുറച്ചൊന്ന് ബലം പിടിച്ചു നോക്കി, പക്ഷേ ബ്രാൻഡിങ്ങിന് നമുക്ക് വിധേയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സോ ഇത് ഒരു മാരകമായ പ്രശ്നമാണോ?